അനുപ്രേരണയാൽ തന്റെ ചൂണ്ടുവിരൽ കൊണ്ട് ആ കണ്ണുനീര് സഞ്ജയ് തുടച്ചു മാറ്റി. ആ നിമിഷം അവളിലുണ്ടായ സുരക്ഷിതത്വം കുറച്ചൊന്നും ആയിരുന്നില്ല. അവളെ അല്പം നീക്കി നിർത്തി അവൾക്ക് കാവൽ എന്നതുപോലെ അവൻ അല്പം മുന്നോട്ട് കയറി നിന്നു. ആ നിമിഷം കൊണ്ട് ശിവൻ അവർക്ക് അരികിലേക്ക് എത്തിയിരുന്നു. എന്താ പ്രശ്നം? താൻ ആരാ? ശിവന്റെ മുഖത്തേക്ക് നോക്കിയാണ് ആ ചോദ്യം സഞ്ജയ് ചോദിച്ചിരുന്നത്. അതേ ചോദ്യം തന്നെ ഞാൻ തിരിച്ചു ചോദിച്ചാലോ? താൻ ആരാ? ഇവളുടെ രക്ഷകനോ? ഒരു കൂസലമില്ലാതെ ശിവൻ ചോദിച്ചപ്പോൾ സഞ്ജയുടെ ചെന്നിയിലെ നീല ഞരമ്പുകൾ വലിഞ്ഞു മുറുകിയിരുന്നു. ഇവൻ ഏതാ? ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കി സഞ്ജയ് ചോദിച്ചു. അച്ഛന്റെ പരിചയത്തിലുള്ള ആളാ. എന്റെ പഠനത്തിനും പിന്നെ അച്ഛന്റെ ചികിത്സയ്ക്കുമൊക്കെ ഈ വീട് പണയപ്പെടുത്തി ആളോട് കുറച്ച് പണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് തിരികെ കൊടുക്കാൻ പറ്റിയില്ല. പഠിച്ചു മടിച്ചവൾ പറഞ്ഞു. ആദ്യമായിട്ട് ശ്രുതിയുടെ വീട്ടിൽ വന്നപ്പോൾ കേട്ട സംസാരം ശിവന്റേതാണെന്ന് ആ നിമിഷം തന്നെ സഞ്ജയ് മനസ്സിലാക്കിയിരുന്നു. അന്ന് രാത്രി ആയതുകൊണ്ട് തന്നെ മുഖം വ്യക്തമായിരുന്നില്ല. ശിവനെ ഒന്ന് അടിമുടി നോക്കി സഞ്ജയ്. പണം കിട്ടിയില്ലെങ്കിൽ അത് വസൂലാക്കാനുള്ള മാർഗവുമായി ഇറങ്ങിയതാണോ വീട്ടിൽ ആളില്ലാത്ത സമയത്ത്? തുടർന്നുള്ള സഞ്ജയുടെ ചോദ്യം കേട്ടപ്പോൾ അവന്റെ മുഖത്ത് ഞെട്ടൽ പ്രകടമായിരുന്നു. ശ്രുതിയുടെ മിഴികൾ നിറഞ്ഞത് സഞ്ജയ് കണ്ടു. ആ നിമിഷം സഞ്ജയുടെ ഹൃദയത്തിൽ ആരോ കത്തികൊണ്ട് പോർന്നത് പോലെയാണ് തോന്നിയത്. പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ വാങ്ങിച്ചെടുക്കണമെന്ന് എനിക്കറിയാം. ശിവൻ താടിയിൽ ഒഴിഞ്ഞു പറഞ്ഞു. അത് തൻ്റെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളോട് മതി, അല്ലാതെ മറ്റു പെൺകുട്ടികളോട് ഇത്ര അതിക്രമം കാണിക്കാൻ വരണ്ട. അത് ചോദിക്കാൻ ഞാൻ ആരാണെന്ന് പറയാൻ വരുന്നതെങ്കിൽ എൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളാണ് ശ്രുതി. എനിക്ക് വേണ്ടപ്പെട്ട കുട്ടിയാണ്. അങ്ങനെ ഒരാൾക്കൊരു പ്രശ്നം വന്നാൽ ഞാൻ ഇടപെടും. തനിക്ക് വേണ്ടത് എത്ര രൂപയാണെങ്കിലും നാളെ തന്നെ എൻ്റെ ഓഫീസിൽ വന്ന് വാങ്ങാം. റെഡി ക്യാഷായിട്ട് തന്നെ. ഇനി തൻ്റെ ഭാഗത്തു നിന്ന് ഒരു ബുദ്ധിമുട്ട് ഈ കുടുംബത്തിനുണ്ടാവാൻ പാടില്ല. പേഴ്സിൽ നിന്നും തൻ്റെ വിസിറ്റിംഗ് കാർഡ് എടുത്ത് അവൻ്റെ പോക്കറ്റിലേക്ക് വച്ചു കൊടുത്തിരുന്നു സഞ്ജയ്. എനിക്ക് വേണ്ടപ്പെട്ട കുട്ടിയാണ്. ഇത് മാത്രമേ ശ്രുതി കേട്ടുള്ളൂ. ബാക്കിയൊന്നും അവൾ അറിഞ്ഞില്ല. അവനെ ആകപ്പാടെ ഒന്ന് നോക്കി ഒന്ന് തിരികെ പോകാൻ തുടങ്ങുന്നതിന് മുൻപ് സഞ്ജയ് അവനെ വിളിച്ചു. ഒന്ന് നിന്നേ. സഞ്ജയ് പറഞ്ഞപ്പോൾ അവനൊന്ന് തിരിഞ്ഞു നോക്കി. ശേഷം കാറ്റുപോലെ സഞ്ജയുടെ കൈകൾ അവൻ്റെ മുഖത്ത് പതിഞ്ഞു. ഇത് അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഉടനെ തന്നെ അവൻ്റെ മറുകവിളിലും സഞ്ജയുടെ കൈകൾ പതിഞ്ഞു. ഇത് നിസ്സഹായായ ഒരു പെൺകുട്ടിയുടെ അവസ്ഥയെ മുതലെടുക്കാൻ ശ്രമിച്ചതിന്. ഇതാരോടേലും പറഞ്ഞ നാണക്കേട് എനിക്കല്ല, തനിക്ക് തന്നെയാണ്. അതുകൊണ്ട് ആരും അറിയാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ക്യാഷ് അതിന് നാളെ വന്നാൽ മതി, അതിൽ മാറ്റമൊന്നുമില്ല. അത്രയും പറഞ്ഞ സഞ്ജയുടെ മുഖത്തേക്ക് രോഷത്തോടെ ഒന്ന് നോക്കി ഒന്നും ഇടാതെ ശിവൻ നടന്നിരുന്നു. ശ്രുതിയിൽ വീണ്ടും ആ സംരക്ഷണ കവചം നിറഞ്ഞു. തനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവം അയക്കുന്ന രക്ഷകനെ പോലെ തന്നെ രക്ഷിക്കുവാൻ വേണ്ടി കടന്നു വരുന്ന ഒരാൾ, അതാണ് അവനിലേക്ക് തന്നെ വലിച്ചടുപ്പിക്കുന്ന ഘടകം. വീണ്ടും ആരാധനയോടെ ആ മുഖത്തേക്ക് തന്നെ അവൾ നോക്കി. സാറേ, പണം കൊടുക്കണ്ടായിരുന്നു. ഞാനൊരു ചിട്ടി കൂടിയിട്ടുണ്ട്. അല്പം വൈകിയാണെങ്കിലും ഒരു തുക കിട്ടും. ഞാനിത് വെറുതെ കൊടുത്തല്ലോ, ചിട്ടി കൂടി കിട്ടുമ്പോൾ തിരികെ തന്നാൽ മതി. ഗൗരവത്തോടെ തന്നെ അവൻ പറഞ്ഞു. തനിക്ക് പനിയാണെന്ന് കേട്ട് വന്നതാ ഞാൻ. ഏതായാലും കൃത്യസമയമായി. താനിങ്ങനെ അയ്യോഭാവമായതുകൊണ്ടാണ് എല്ലാവരും തന്നെ ഇങ്ങനെ ഉപദ്രവിക്കാൻ വരുന്നത്. നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അവളൊന്നും മിണ്ടാതെ തല കുനിച്ചു. പനിയല്ലേ, ഇങ്ങനെ വെയിലത്ത് നിൽക്കണ്ട, വീട്ടിൽ കയറിയിരിക്കും അവൻ പറഞ്ഞു. അവൾക്കൊപ്പം അവനും നടന്നിരുന്നു. സാറെങ്ങനെ അറിഞ്ഞു എനിക്ക് പനിയാണെന്ന്? ഉദ്വേഗത്തോടെ അവൾ ചോദിച്ചു. തൻ്റെ അമ്മ പറഞ്ഞു. ഞാൻ രാവിലെ തൊട്ട് തന്നെ വിളിക്കുക, നെറ്റ്വർക്ക് ഫോണിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അമ്മയെ വിളിച്ചു. അപ്പം അമ്മയാ പറഞ്ഞത് ഭയങ്കര പനിയാണെന്ന്. കുറവില്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അക്ഷമയോടെ അവൻ പറഞ്ഞു. അത് മാറിയെന്ന് തോന്നുന്നു. വിയർത്ത മുഖത്തോടെ അവൾ പറഞ്ഞു. നന്നായി. പേടിച്ചാലും പനി വരും, നന്നായി പേടിച്ചാലും പനി പോവും. ചെറുചിരിയോടെ അവൻ പറഞ്ഞപ്പോൾ അവളും ഒന്ന് ചിരിച്ചിരുന്നു. അവനെ വളരെ വിരളമായി മാത്രമേ ഇത്തരത്തിൽ ചിരിയോടെ കാണാൻ സാധിക്കുമെന്ന് അവൾ ചിന്തിക്കുകയായിരുന്നു. എങ്കിലും മൊത്തത്തിൽ പോയോ? അവൻ പെട്ടെന്ന് അവളുടെ നെറ്റിത്തടത്തിലേക്ക് കൈകൾ കൊണ്ട് തൊട്ടു നോക്കി. ഒരു നിമിഷം അവളും ഞെട്ടിപ്പോയിരുന്നു. അവളുടെ കണ്ണുകൾ ആ ഞെട്ടൽ പ്രകടമായിരുന്നു. രണ്ടുപേരുടെയും മിഴികൾ തമ്മിൽ കോർത്തുപോയി. ഒരു നിമിഷം താൻ ചെയ്ത മോശമായെന്ന് സഞ്ജയ്ക്ക് തോന്നിയിരുന്നു. ഞാൻ പനിയുണ്ടോയെന്ന് അറിയാൻ വേണ്ടി തൊട്ടു നോക്കിയതാ, അവനൊരു ക്ഷമാപണം പോലെ പറഞ്ഞു. അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല. ആ സമയം അവളിൽ നിറഞ്ഞു നിന്നത് ഒരു സംശയമായിരുന്നു. തൻ്റെ മനസ്സിലുള്ളതുപോലെ എന്തെങ്കിലും തന്നോട് അവൻ്റെ മനസ്സിലും ഉണ്ടോ എന്നൊരു സംശയം. ശ്രുതി, സത്യമായിട്ട് ഞാൻ അറിഞ്ഞു ചെയ്തതല്ല. അവൻ വീണ്ടും ക്ഷമ പറയുകയാണ്. അവൾ ചെറുപുഞ്ചിരിയോടെ അവനെ ഒന്ന് നോക്കി. അവനല്പം ആശ്വാസം തോന്നിയിരുന്നു. അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെങ്കിലും സാരമില്ല, സാറല്ലേ. അറിയാതെ വന്നുപോയ മറുപടിയാണ്. അക്ഷരാർത്ഥത്തിൽ അവളുടെ മറുപടിയിൽ അവൾ തന്നെ ഞെട്ടിപ്പോയിരുന്നു. അത്ഭുതത്തോടെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. അവന് പരിചയമുള്ള ശ്രുതി ഇങ്ങനെ ആയിരുന്നില്ല. തനിക്കൊപ്പം യാത്ര വരാൻ മടിച്ചവൾ. അറിയാതെ പോലും കൈകളിലൊന്ന് തൊട്ടാൽ സദാസമയം തന്നോട് വഴക്കിട്ടിരുന്നവൾ.
അങ്ങനെയുള്ളവൾ തന്നോട് ഇങ്ങനെ പറയുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ശ്രുതിയുടെ മനസ്സിൽ ഉദിച്ചതുപോലെ ഒരു സംശയം ആ നിമിഷം അവന്റെ മനസ്സിലും നിറഞ്ഞിരുന്നു. തനിക്ക് അവളോട് തോന്നുന്നത് പോലെ എന്തെങ്കിലും ഫീലിംഗ് അവൾക്ക് തന്നോട് തനിക്ക് അവളോട് തോന്നുന്നത് പോലെ എന്തെങ്കിലും ഫീലിംഗ് അവൾക്ക് തന്നോട് തോന്നുന്നുണ്ടോ എന്നുള്ളൊരു സംശയം. രണ്ടുപേർക്കുമുള്ളിൽ പ്രണയം ഇങ്ങനെ വീർപ്പുമുട്ടൽ അനുഭവിക്കുകയാണ്. പരസ്പരം പറയാതെ അറിയാതെ രണ്ടുപേരും ഒരു വാക്കിന്റെ അകലം ഇടുകയാണ്. ഒന്നും മൊഴിയാതെ മൗനം ഇരുവർക്കുമിടയിൽ ആധിപത്യം നേടുന്ന നിമിഷങ്ങൾ. താൻ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തനിക്കെന്നെ വലിയ സംശയമായിരുന്നില്ലേ? അല്പം മടിയോടെയാണെങ്കിലും തൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന സംശയം ദൂരീകരിക്കാനുള്ള ആകാംക്ഷ അവൻ ചോദിച്ചു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല സർ. ഈ ലോകത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള ഒരേ ഒരാൾ സാറ് മാത്രമാണ്. സാറിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ആരും എന്നെ ഒന്നും ചെയ്യില്ല. ഈ ലോകത്തിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യനാ സർ. എനിക്ക് വല്ലാതെ ബഹുമാനമാണ് തോന്നുന്നത്. മനസ്സിലുള്ളതൊക്കെ അവൾ അറിയാതെ തുറന്നു പറയുകയാണ്. അവളുടെ വാക്കുകൾക്ക് കാതോർത്ത് അവളുടെ മുഖഭാവം നോക്കി അവനും ഇരുന്നു. ഇടയ്ക്കിടയ്ക്ക് വിടരുകയും അതോടൊപ്പം ചുരുങ്ങുകയും ചെയ്യുന്ന കണ്ണുകൾ. അവളുടെ വാക്കുകളിൽ നിന്നും അവനെ ഞെട്ടിക്കുന്ന ആ സത്യം മനസ്സിലാക്കുകയായിരുന്നു. അവളോട് തനിക്കിപ്പോൾ എന്താണോ തോന്നുന്നത് അതേപോലെ തന്നെ, അതേ തീവ്രമായി, അതേ അവളവിൽ അവൾക്ക് തന്നോട് തിരികെ തോന്നുന്നുണ്ട്. തൻ്റെ ഉള്ളിലും അങ്ങനെ ഉണ്ടെന്ന് അവൾ അറിഞ്ഞാൽ പിന്നെ അവൾക്ക് സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഒരു നിമിഷം അവൻ അവലോകനം നടത്തി. പാടില്ല, താൻ കാരണം അവളുടെ ഉള്ളിലുള്ള ആ മോഹത്തെ വളർത്തിക്കൂടാന്ന് അവൻ ആ നിമിഷം ചിന്തിച്ചു. ഒരാളോടും ഒരു പരിധിയിൽ കവിഞ്ഞ വിശ്വാസം ഉണ്ടാവാൻ പാടില്ല ശ്രുതി. അത് ഞാനാണെങ്കിലും താനാണെങ്കിലും ശരി. നമ്മൾ കാണുന്നത് പോലെയല്ല മനുഷ്യന്മാരുടെ ഉള്ള്. ഞാൻ എങ്ങനെയാണെന്ന് തനിക്കിപ്പോഴും അറിയില്ല. പുറത്ത് കാണുന്ന എന്നെ മാത്രമേ തനിക്കറിയൂ. തനിക്കറിയാത്ത ഒരുപാട് അധ്യായങ്ങളുള്ള ഉള്ളിലുള്ള ഒരു പാഠഭാഗമാണ് ഞാൻ. അവനത് പറയുന്നതിനിടയിലാണ് അജിത വരുന്നത്. അജിതയെ കണ്ട ഉടനെ തന്നെ അവൾക്ക് അരികിൽ നിന്നും അവൻ എഴുന്നേറ്റിരുന്നു. നടന്ന കാര്യങ്ങളൊന്നും പറയണ്ട എന്ന് മുൻപേ തന്നെ അവൻ പറഞ്ഞതുകൊണ്ട് അവൾ അതിന് മുതിർന്നിരുന്നില്ല. സാറ് വന്നിരുന്നോ? ഒരുപാട് നേരമായോ വന്നിട്ട്? വല്ലതും കുടിക്കാൻ കൊടുത്തോടി? അജിത ഭവ്യതയോട് ചോദിച്ചു. ഇല്ല, കുറച്ചു നേരം ആയതേ ഉള്ളൂ, ശ്രുതി പറഞ്ഞു. ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. പനിയാണെന്നറിഞ്ഞപ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇതിലെ പോയപ്പോൾ ഒന്ന് കയറിയതാണ്. ഒരു കള്ളം പറഞ്ഞിരുന്നു സഞ്ജയ്. അത് കള്ളമാണെന്ന് വ്യക്തമായി തന്നെ ശ്രുതിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞു. കയറിയിരിക്കൂ, അജിത പറഞ്ഞു. വേണ്ട, ഞാൻ അമ്മ വരട്ടെ എന്ന് കരുതിയിരുന്നതാണ്. എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട്, ഇറങ്ങട്ടെ. പറഞ്ഞതിനു ശേഷം അവളെ ഒന്ന് തിരിഞ്ഞുപോലും നോക്കാതെ അവൻ ഇറങ്ങിയിരുന്നു. കണ്ണുകൾ കോർത്തു പോയാൽ വീണ്ടും ആ കാന്തങ്ങളുടെ ആകർഷണത്തിലായി പോകും താനെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഒരു തിരിഞ്ഞുനോട്ടം പോലും അവൻ നൽകാതിരുന്നത്. എന്നാൽ അത് ശ്രുതിയിൽ സമ്മാനിച്ചത് വേദന നിറയ്ക്കുന്ന ഒരു അനുഭവം തന്നെയായിരുന്നു. വീണ്ടും 2 ദിവസങ്ങൾ കൂടി റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് ശ്രുതി ഓഫീസിലേക്ക് പോകാൻ തയ്യാറായത്. ഇതിനിടയിൽ ശിവൻ ആളെ വിട്ട് ഓഫീസിൽ നിന്നും ചെക്ക് വാങ്ങിപ്പിക്കുകയും ചെയ്തിരുന്നു. അവൻ നേരിട്ടാണ് വരുന്നതെങ്കിൽ ഒരിക്കൽ കൂടി വിശദമായി ഒന്ന് കാണണമെന്നായിരുന്നു സഞ്ജയ് കരുതിയിരുന്നത്. എന്നാൽ ഒരു മോശം അനുഭവം മുന്നിലുള്ളത് കൊണ്ടായിരിക്കാം അവൻ നേരിട്ട് എത്താതിരുന്നത്. പിറ്റേ ദിവസം ശ്രുതി ജോയിൻ ചെയ്തപ്പോൾ എല്ലാവരും അവളെ തന്നെയാണ് ഉറ്റുനോക്കിയത്. ഓഫീസിനുള്ളിൽ പലർക്കും ഇടയിൽ എന്തൊക്കെയോ പുകയുന്നുണ്ടായിരുന്നു എന്ന് അവൾക്ക് തോന്നിയിരുന്നു. ചെന്നൈയിൽ നിന്നും വന്നതിന് ശേഷം ശ്രുതി ഓഫീസിൽ എത്തിയിട്ടില്ല എന്നും പിന്നീട് സഞ്ജയിലുണ്ടായ ചില മാറ്റങ്ങളും ആളുകൾ ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ചെറുതല്ലാത്ത രീതിയിലുള്ളൊരു കഥ ഓഫീസിൽ വളർന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അതാരും ആരോടും പരസ്പരം പങ്കുവച്ചില്ലെന്ന് മാത്രം. ചില സൗഹൃദ വലയങ്ങളിൽ ഒരു ചെറിയ കഥ പോലെ അത് ഉയർന്നു വന്നു. ആരെങ്കിലും കേട്ടാലോ എന്ന് ഭയന്ന് പറഞ്ഞവർ തന്നെ ആ കഥയെപ്പറ്റി കൂടുതൽ വിശദീകരണം നടത്താതെ പോയി. എങ്കിലും ശ്രുതിയെയും സഞ്ജയും ഒരുമിച്ച് കാണുമ്പോഴൊക്കെ എല്ലാവരുടെയും മുഖത്ത് നിറയുന്ന ഭാവങ്ങളിൽ എന്തൊക്കെയോ ശ്രുതിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ക്യാൻറ്റീനിൽ വെച്ച് അനുഗ്രഹയാണ് അവളോട് ഇക്കാര്യം തുറന്നു ചോദിച്ചത്. ഞാനൊരു കാര്യം ചോദിച്ചാൽ താനത് മോശം സെൻസിൽ എടുക്കരുത്. എന്താടോ? താനും സഞ്ജയ് സാറും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തു പ്രശ്നം? മനസ്സിലാവാതെ ശ്രുതി ചോദിച്ചു. അന്ന് ചെന്നൈയിൽ നിങ്ങൾ ബിസിനസ് മീറ്റിങ്ങിന് പോയതിനു ശേഷം എന്തെങ്കിലും പ്രശ്നം നടന്നോ? തിരിച്ചു വന്നതിന് ശേഷം സാറിന്റെ ക്യാരക്ടർ ആകെ മാറിയതുപോലെ. ഒന്നിലൊരു ശ്രദ്ധയില്ല. തൻ്റെ കാര്യം പറയുമ്പോൾ സാറ് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. താൻ ലീവായിരുന്ന ദിവസങ്ങളിലൊക്കെ ഭയങ്കര അപ്സെറ്റ് മൈൻഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ പലരും പല കഥകളും പറയുന്നുണ്ട്. ഞാൻ തന്നോടുള്ളൊരു സൗഹൃദത്തിന്റെ പുറത്ത് ചോദിച്ചതാ. സഞ്ജയ് സാർ അങ്ങനെ സ്ത്രീ വിഷയങ്ങളൊന്നും താല്പര്യമുള്ള ആളല്ല. തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഈ ഓഫീസിലെ തന്നെ സ്ത്രീകളോട് വളരെ വിരളമായി സംസാരിക്കാറുള്ളത്. പക്ഷെ തൻ്റെ കാര്യം പറയുമ്പോൾ സാറിനൊരു പ്രത്യേക ഉത്സാഹം. താൻ ഇല്ലാത്തപ്പോൾ സാറിനെ വല്ലാത്തൊരു അസ്വസ്ഥത അലട്ടുന്നത് പോലെ തോന്നുന്നുണ്ട്. അതിപ്പോൾ എനിക്ക് തോന്നിയതല്ല, ഈ ഓഫീസിലുള്ള എല്ലാവർക്കും തോന്നിയതാണ്. നമ്മളോട് എന്നും ഇടപെടുന്ന ഒരാൾ, അയാളിൽ ഉണ്ടാകുന്ന മാറ്റം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാമല്ലോ. അടുത്ത് കിടക്കുന്നവനെ രാപ്പനി അറിയൂ എന്ന് പറയുന്നത് പോലെ. അതാ ഞാൻ ശ്രുതിയോട് ചോദിച്ചത്. സാറിൻ്റെ ഭാഗത്തു നിന്ന് തന്നോട് മോശമായിട്ടുള്ള എന്തെങ്കിലും ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് അനുഗ്രഹ വ്യക്തമാക്കി. അങ്ങനെയൊന്നുമില്ല. സാർ എന്നോട് ഇതുപോലെ ശരിക്കും സംസാരിക്കാറ് പോലുമില്ല.
ആകെ സംസാരിക്കുന്നത് എന്തെങ്കിലും വഴക്ക് പറയാൻ വേണ്ടിയാണ്. എൻ്റെ ഇഷ്യൂ കൊണ്ടൊന്നും ആവില്ല. ആ മീറ്റിംഗ് നടക്കാത്തതിൽ സാറിന് നല്ല ടെൻഷനുണ്ട്. എനിക്ക് പനി പിടിച്ചതുകൊണ്ട് മീറ്റിംഗ് നടക്കാൻ പറ്റാഞ്ഞത് അതിൻ്റെ ദേഷ്യം എന്നോടുണ്ടാവും. അല്ലാതെ നിങ്ങൾ കരുതുന്ന പോലെ സാറിന് എന്നോട് പ്രത്യേകിച്ച് ഒരു താല്പര്യവുമില്ല. അനുഗ്രഹയുടെ വെളിപ്പെടുത്തൽ ശ്രുതിയിൽ ഒരു സന്തോഷം നിറച്ചിരുന്നു. തന്റെ അഭാവത്തിൽ അവൻ അസ്വസ്ഥനായി എന്നാൽ അതിനർത്ഥം തന്നിൽ നിറഞ്ഞതുപോലെ എന്തൊക്കെയോ വികാരങ്ങൾ അവനിലും നിറഞ്ഞു എന്നല്ലേ? അവൾ സ്വയം അവളോട് ചോദിച്ചിരുന്നു. എന്നാൽ അതെങ്ങനെ മനസ്സിലാക്കും? അവനോട് നേരിട്ട് ചോദിക്കാനുള്ള ധൈര്യം തനിക്കില്ല. പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ ഓഫീസിൽ ഇരിക്കുമ്പോൾ തനിക്ക് അരികിൽ വന്നവൻ ഇരിക്കാറില്ല. എന്നാൽ താൻ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ തന്നെ വീക്ഷിക്കാറുമുണ്ട്. തൻ്റെ അരികിൽ അധികം സംസാരിക്കാറില്ല. സംസാരിച്ചാൽ തന്നെ മുഖത്ത് നോക്കാറില്ല. അവന്റെ മാറ്റങ്ങൾ ശ്രുതിക്കും മനസ്സിലാകുന്നുണ്ടായിരുന്നു. അന്ന് വൈകുന്നേരം അവനോട് യാത്ര പറഞ്ഞ് ബസ്സിലേക്ക് കയറുമ്പോഴും അവനൊന്ന് നോക്കിയിരുന്നെങ്കിലെന്ന് ശ്രുതി ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അത് ഉണ്ടായില്ല. രാത്രിയിൽ ഏറെ വൈകി ലാപ്ടോപ്പ് തുറന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പതിവില്ലാത്ത സമയത്ത് അനുഗ്രഹയുടെ ഫോൺ കോൾ വരുന്നത്. ഒരു നിമിഷം സഞ്ജയ് അത് എടുക്കാൻ ഒന്നും അടിച്ചിരുന്നു. പിന്നെ ഈ രാത്രി സമയത്ത് പൊതുവെ അവൾ വിളിക്കുന്നതല്ല. ഏതെങ്കിലും അത്യാവശ്യത്തിനായിരിക്കുമെന്ന് കരുതിയാണ് അവൻ ഫോൺ എടുത്തത്. എന്താടോ? സഞ്ജയ് ചോദിച്ചു. ശ്രുതിയുടെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു സർ. ആ കുട്ടി ഇപ്പോഴും വീട്ടിൽ ചെന്നിട്ടില്ലെന്നാണ് പറയുന്നത്. നമ്മുടെ ഓഫീസിൽ നിന്ന് സാധാരണ സമയത്ത് ഇറങ്ങിയതല്ലേ. അവളുടെ ഫോണും സ്വിച്ച് ഓഫ്. സാറിനെ വിളിച്ച് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? സമയം ഇപ്പോൾ 9:45 ഇതുവരെയായിട്ടും വീട്ടിൽ ചെന്നിട്ടില്ലെന്ന് പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അനുഗ്രഹയുടെ വെളിപ്പെടുത്തൽ കേട്ട് സഞ്ജയ് ഭയന്നിരുന്നു. അവൻ ശ്വാസം എടുക്കാൻ മറന്നു. പ്രാണൻ പിടയുന്നു. ഹൃദയം തപിക്കുന്നു. എവിടെ പോയതാണെന്ന് എനിക്ക് അറിയില്ല അനുഗ്രഹ. എന്നോട് പറഞ്ഞിട്ടില്ല. സാധാരണ ഇറങ്ങുന്നത് പോലെയാണ് ഓഫീസിൽ നിന്ന് ഇറങ്ങിയത്. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. അതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അവളുടെ മൊബൈലിലേക്ക് വിളിച്ചുവെങ്കിലും സ്വിച്ച് ഓഫ് തന്നെയായിരുന്നു മറുപടി. സഞ്ജയിൽ വീണ്ടും ആദ്യ പടർന്നു കയറാൻ തുടങ്ങി. അല്ലെങ്കിലും ആ ഒരുവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ തന്നിൽ നിറഞ്ഞു നിൽക്കുന്നത് ഒരു പ്രത്യേക വികാരമാണെന്ന് അവന് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അമ്മയോട് പോലും ഒന്നും പറയാതെ കാറിന്റെ ചാവിയും എടുത്ത് എങ്ങോട്ടെന്നില്ലാതെ സഞ്ജയ് ആ രാത്രി വണ്ടി ഓടിച്ചു. എവിടേക്ക് പോകും? ആരോട് തിരക്കും എന്നൊന്നും അവൻ അറിയില്ലായിരുന്നു. ബസ് സ്റ്റോപ്പിലും ഓട്ടോ സ്റ്റാൻഡും ഒക്കെ തിരക്കി. വെറുതെ സിറ്റിയിലൂടെ വണ്ടി ഓടിച്ചപ്പോഴാണ് ഒരു കടയുടെ മുൻപിൽ വലിയൊരു ആൾക്കൂട്ടം കണ്ടത്. ആൾക്കൂട്ടത്തിന് അരികിൽ കൊണ്ടുവന്ന് കാർ നിർത്തി അവിടെയുള്ള ഒരാളോട് എന്താണ് സംഭവമെന്ന് തിരക്കി. വൈകുന്നേരം ഒരു ബസ് മറിഞ്ഞാണ് സാറേ. എല്ലാവരെയും ഇവിടുത്തെ ഗവൺമെന്റ് ആശുപത്രിയിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. കുറെ പേർക്ക് സീരിയസ് ആണ്. വണ്ടി എടുത്ത് മാറ്റിയിട്ടില്ല. അതിനാൾ വരികയായിരുന്നു. അവിടെ നിന്ന് ഒരാൾ പറഞ്ഞപ്പോൾ സഞ്ജയുടെ ഹൃദയത്തിൽ ഒരു വെള്ളിടി വെട്ടിയിരുന്നു. ബസ്സിലാണ് അവൾ വീട്ടിലേക്ക് പോകുന്നത്. എപ്പോഴാണ് ഈ സംഭവം നടന്നത്? അയാളോട് സഞ്ജയ് ചോദിച്ചു. ഒരു 5:45 6 മണി ആയിട്ടുണ്ടാവും. പിന്നെ മറിച്ചൊന്നും ചിന്തിച്ചില്ല സഞ്ജയ്. നേരെ ആശുപത്രിയിലേക്ക് കാറ് തിരിച്ചുവിട്ടു. യാത്രയിൽ അറിയാതെ കണ്ണുകൾ നിറഞ്ഞു. ഒരിക്കൽ ഉപേക്ഷിച്ച ദൈവങ്ങളോട് അവൾക്ക് വേണ്ടി കെഞ്ചി അപേക്ഷിച്ചു അവൻ. അവൾക്കൊന്നും പറ്റില്ല എന്ന പ്രാർത്ഥന ജപം പോലെ അവന്റെ അധരങ്ങളിൽ നിന്നും മുതിർന്നു. തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല.